നമ്മുടെ ഖത്തറിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. 6500 ഖത്തർ റിയാലാണ് സാലറി ഓഫർ ചെയ്യുന്നത്. ഏകദേശം നാട്ടിലെ 1,50,000 മേലെ നമുക്ക് സാലറി ആയിട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഖത്തറിലെ ഒരു സെമി ഗവൺമെന്റ് ഹോം കെയർ പ്രോജക്റ്റിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. നഴ്സസിന് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഫീമെയിൽസിന് മാത്രമായിരിക്കും. 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. BScയും GNM കഴിഞ്ഞ ഫീമെയിൽസിന് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് 42 വയസ്സ് വരെ ആയിരിക്കും. അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഈ വരുന്ന 17-ാം തീയതി കൊച്ചിയിൽ വെച്ചിട്ട് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 18-നും 19-നും കോട്ടയത്ത് വെച്ചിട്ടും ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. 21-ന് ചെന്നൈയിൽ വെച്ചിട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കാണെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബിച്ച ഗ്രൂപ്പാണ് ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസ്യൂമെ താഴെ കാണുന്ന ഇമെയിലിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുക. ഖത്തറിലുള്ള സെമി ഗവൺമെന്റ് ഹോം കെയർ പ്രോജക്റ്റിലേക്കുള്ള നഴ്സസിന്റെ റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ അതിലേക്ക് താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഖത്തർ പ്രോമെട്രിക്കും ഡാറ്റാ ഫ്ലോ ഒക്കെ സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓൾറെഡി പ്രോമെട്രിക്കും ഡാറ്റാ ഫ്ലോ ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ ഇന്റർവ്യൂവിന് സെലക്ഷൻ ആവുകയാണെങ്കിൽ ആഫ്റ്റർ സെലക്ഷൻ ആണ് പ്രോമെട്രിയും ഡാറ്റാ ഫ്ലോയും അവർ ചോദിക്കുന്നത്. സെലക്ഷൻ ആയതിനു ശേഷം അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് മാത്രം അത് അപ്പിയർ ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇങ്ങനെയുള്ള നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. പരമാവധി കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഇൻഫോർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.